ഹലോ, കുഞ്ഞിത്താമരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ പോർട്ട് മോസ്ബിയിലെ നേച്ചർ പാർക്കിലെ വിശേഷങ്ങളാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇത് പോർട്ട് മോസ്ബി എയർപോർട്ടിന് വളരെ അടുത്തായിട്ട് തന്നെയാണ്. അവിടുന്ന് ഒരു 15 മിനിറ്റ് ട്രാവൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇവിടെ എത്തിച്ചേരാനായിട്ട്. ഇവിടുത്തെ ആൾക്കാർ നല്ല കലാപരമായിട്ട് നല്ല കഴിവുള്ളവരാണ്. നന്നായിട്ട് വരയ്ക്കും, അതേപോലെ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്യും. തടി കൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള സ്കൾപ്ചേഴ്സൊക്കെ ഇവരുണ്ടാക്കാറുണ്ട്. വളരെ മനോഹരമാണ് അതൊക്കെ കാണാനായിട്ട്. ഇവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും അത് നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അതിഥികളെ സ്വീകരിക്കാനൊക്കെ ഇവരുടെ ഒരു ബാഗ് ഉണ്ട്, ബൈലോ എന്ന് പറഞ്ഞിട്ട്. അത് കൊടുത്താണ് അവർ അതിഥികളെ വെൽക്കം ചെയ്യുന്നത്. നമ്മൾ ഉള്ളിലേക്ക് കടത്തി വിടുമ്പോഴേക്കും കയ്യിൽ അവർ ഒരു സീല് പോലെ വെക്കും. ഇത് വെച്ചാണ് നമ്മളെ ഉള്ളിലേക്ക് ഒരു കടത്തി വിടുള്ളൂ. ഇനി നമുക്ക് അകത്തുള്ള കാഴ്ചകൾ കണ്ടാലോ. ഇവിടെയെല്ലാം ഇതേപോലുള്ള തടിയിൽ കൊത്തിയെടുത്തിട്ടുള്ള ശില്പങ്ങളാണുള്ളത്. Whisper truth as they flow down, and their songs entwine with the trees that stand, knotted in time by nature's hand. Each echoing step on the forest floor opens a through an ancient door. The silence alive, yet brimming with sound. In the arms of solitude I am found. Oh, whispering pines, sing me your tune. Caught in the rhythm, stars and the moon, teach me the language of rustling leaves, stories that linger on the breath. ഇവിടെ വെച്ച് കല്യാണങ്ങളൊക്കെ നടത്താറുണ്ട്. ഇതൊരു വെഡ്ഡിങ് ഡെസ്റ്റിനേഷൻ കൂടിയാണ്. പണ്ടുകാലത്ത് മനുഷ്യർ താമസിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന പുല്ലുകൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന വീട്. ഇത് വള്ളമാണ്. ഇത് ഒറ്റത്തടിയിൽ ഉണ്ടാക്കിയെടുത്തിട്ടാണ്. ഇതിന് ഉൾഭാഗം ഇതുപോലെ കുഴിച്ചെടുത്ത് ഉണ്ടാക്കിയ വള്ളമാണ്. ഇതിന് ഏകദേശം 7 മീറ്ററോളം നീളമുണ്ട്. അതുപോലെ ഓല കൊണ്ട് നിർമ്മിക്കുന്ന, പനയോല കൊണ്ട് നിർമ്മിക്കുന്ന വീട്. ഇത് മരത്തിന്റെ മുകളിലൊക്കെ ആൾക്കാർ താമസിച്ചിരുന്നപ്പോൾ ഇതുപോലെ വീടുകൾ ഉണ്ടാക്കി തടിയിൽ ഉണ്ടാക്കിയിട്ടാണ് താമസിച്ചിരുന്നത്. ഇതിന്റെ മുകളിൽ ഒരാൾക്ക് കിടക്കാനുള്ള അത്രയും സ്ഥലമുണ്ട്. ഇത് മരത്തിൽ കാണപ്പെടുന്ന കങ്കാരൂസ് ആണ്. ട്രീ കങ്കാരൂസ് എന്നാണ് അറിയപ്പെടുക. A lullaby sung to
ഇതാണ് ഇവിടുത്തെ നാഷണൽ ബേർഡ് ഓഫ് പാരഡൈസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു പക്ഷിയാണിത്. ഇത് പല കളറുകളിലുണ്ട്. ഒരു പക്ഷിയിൽ തന്നെ പല കളറുകളിലുള്ള തൂവലുകളാണ് ഇതിനെ വളരെ മനോഹരമാക്കുന്നത്. ഇത് വെച്ചിട്ട് Dawn paints gold on the mountain's crown, while rivers whisper truth as they flow down. And their songs entwine with the trees that stand, knotted in time by nature's hand. Each echoing step on the forest floor opens a world through an ancient door. The silence alive ഇത് ക്രൗൺ പീജിയൻ, നമ്മുടെ നാട്ടിലെ പ്രാവാണ്. in the arms of solitude. I am found. Oh, whispering pines, sing me your tune. Caught in the rhythm, the stars and the moon. Teach me the language of rustling leaves, stories that linger on the breath of the breeze. ഇത് പെരുമ്പാമ്പിന്റെ ഇനത്തിൽപ്പെട്ട പാമ്പുകളാണ്. ഇത് വിഷമില്ലാത്ത പാമ്പുകളാണ്. ഇതിന് 4 മുതൽ 5 അടിയോളം നീളമുണ്ട്. Under the boughs where the shadows, ഇത് ഒലീവ് പൈത്തൺ. the wind hums ഇത് നീളത്തിൽ രണ്ടാമത് break. ഉള്ള പാമ്പാണിത്. ഓസ്ട്രേലിയയിൽ നീളത്തിൽ രണ്ടാമതുള്ള പാമ്പാണിത്. ഇതിന് 8 അടിയോളം നീളമുണ്ട്, നല്ല നീളമുണ്ട്. ഈ തടിയുടെ ഉള്ളിലേക്കായിട്ട് ഇങ്ങനെ ചുറ്റിയിട്ട് തല മാത്രം പുറത്തേക്കിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ കളറ് വെട്ടത്ത് നോക്കുമ്പോഴത്തേനും ഒരു മയിൽപ്പീലി പോലെ അതുപോലെ തിളങ്ങുന്നൊരു കളറായിട്ട് നമുക്ക് കാണും. Dark, etching patterns, leaving its mark. The roots stretch deep, the earth's gentle sigh, a lullaby sung to the open sky. Oh, whispering pines, sing me your tune. Caught in the rhythm of ഇതാണ് വലുപ്പത്തിൽ ഒന്നാമതുള്ള ഭീമൻ പെരുമ്പാമ്പ്. teach me the language of rustling. ഈ ഭാഗത്ത് ഇവിടെയുള്ള എല്ലാ മരങ്ങളിലും ഇതേപോലെ കുത്തി പിടിച്ചേക്കുന്ന പോലെ അതേപോലെ വവ്വാലുകളാണ് കേട്ടോ. ഞാനെൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം വവ്വാലുകളെ ഒന്നിച്ച് കാണുന്നത്. 1-2 കാണുന്ന പോലെ. ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ മറ്റേ ഹൊറർ മൂവിയിലൊക്കെ കാണത്തില്ലേ, അതേപോലെ. ഇതിൻ്റെ ഒച്ചയാണെങ്കിൽ ഭയങ്കര ഒച്ച. നമുക്കിങ്ങനെ ശരിക്കും ഇതുവഴി നടന്നു പോകുമ്പോൾ നിറച്ച് മരങ്ങളും ഇതിൻ്റെ ഇടയ്ക്കൂടെ നടന്നു പോകുമ്പോഴല്ലേ ഒരു ഹൊറർ മൂവിയിലൊക്കെ ഇങ്ങനെ കാണുന്ന പോലെയും നമ്മളതൊരു എക്സ്പീരിയൻസ് ചെയ്യുന്ന പോലെ ഉണ്ടാവും. കുറേ നേരം ഈ ഒച്ച കേൾക്കുമ്പോഴേക്കും നമുക്ക് തലവേദന എടുക്കാം. അമ്മാതിരി ഒച്ചയാണ് ഇതിൻ്റെത്. And their songs entwine with the trees that stand. ഇതാണ് കസോവരി. ഇതിൻ്റെ തലയിൽ ചെറിയൊരു തൊപ്പി പോലെ ഉണ്ടാവും. ഇത് ഭയങ്കര അക്രമകാരികളാണ്. Echoing step on the forest floor opens a world through an ancient door.
പച്ചപ്പും ഹരിതാപവും ഒക്കെ നിറഞ്ഞ് വളരെ മനോഹരമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. ഇവിടെ വെച്ച് ഇവിടെയുള്ള കല്യാണങ്ങളൊക്കെ കൂടുതലും ഈ പാർക്കിൽ വെച്ച് നടക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല്. അപ്പോൾ പുതിയതായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.